سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകളാണ് ഞാനിവിടെ ഓതിയത്. 128, 129. ഈ ആയത്ത് ഒരു പ്രത്യേകതയുള്ള ആയത്താണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ഉണ്ടായിരുന്നില്ല, മുസ്ഹഫ് ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും അത് ഹൃദയസ്ഥമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാകുമ്പോൾ യമാമ യുദ്ധത്തിൽ ഖുർആൻ ഹിഫ്ളുള്ള പല ആളുകളും മരണപ്പെട്ടു പോയപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലക്ക് ഖുർആൻ ക്രോഡീകരിക്കുന്നതുമായി കൂടിയാലോചിച്ച് ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ കൂടിയാലോചിച്ച് ഖുർആൻ ക്രോഡീകരിക്കുകയുണ്ടായി. ആ സമയത്ത് പലപ്പോഴായി പലരും എഴുതി വച്ചിരുന്ന ഖുർആൻ സൂക്തങ്ങൾ ലഭിച്ചു. പക്ഷേ ഈ ആയത്ത് കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ടു. അവസാനം ഹുസൈമ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശമുണ്ട് എന്ന് കേൾക്കുകയും അങ്ങനെ കണ്ടെത്തി എഴുതുകയും ചെയ്ത 2 ആയത്താണ് സൂറത്ത് തൗബയുടെ ഈ ആയത്ത് 128, 129. അതില് മഹാനായ പ്രവാചകനെ പറ്റിയാണ് വിവരിക്കുന്നത്. പ്രവാചകന്റെ സഹൃദയത്വം, പ്രവാചകന്റെ വിശേഷണങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അത് ഓതുന്നത് പുണ്യമുണ്ട് എന്ന് പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആദ്യം പ്രവാചകനെ പരിചയപ്പെടുത്തുക. ലഖദ് ജാഅക്കും റസൂലുൻ, നിങ്ങൾക്കൊരു റസൂല് വന്നിരിക്കുന്നു. മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയാണ് റസൂല് വന്നത്. വളരെ ശ്രേഷ്ഠനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയുന്ന, നിങ്ങൾക്ക് പാരമ്പര്യം അറിയുന്ന, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായ, ആദ്യകാലം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളുടെ കൂട്ടത്തിൽ വളർന്ന, സ്വഭാവ മഹിമ കൊണ്ടും സത്യസന്ധത കൊണ്ടും
അൽ അമീൻ എന്ന് നിങ്ങൾ തന്നെ പേര് വിളിച്ച ജിൻസുൽ ബഷർ, മനുഷ്യനായിട്ടുള്ള ഒരു പ്രവാചകൻ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങൾക്കറിയുന്ന നബിയുടെ കുടുംബമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, അങ്ങനെ പറഞ്ഞ് ഹാഷിം കുടുംബം. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അന മിനൻ നിക്കാഹ് ലാ മിൻ സിഫാഹ്. അക്കാലഘട്ടത്തില് വ്യഭിചാരം ധാരാളമായി നടന്നിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. പക്ഷെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, എന്റെ തറവാട്ടിൽ അത് നടന്നിട്ടില്ല. പാരമ്പര്യമായി അനുവദിക്കപ്പെട്ട രീതിയിൽ നിക്കാഹ് ബന്ധത്തിലൂടെ ഉണ്ടായതാണ് ഞാൻ. ലാ മിന സിഫാഹ്, ഞാനൊരു തെമ്മാടിത്തരത്തിലൂടെ വന്നവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ് പ്രവാചകന്റെ നിയോഗം എന്നത്. ഖുർആൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽപ്പെട്ട ഒരു പ്രവാചകനെ അവർക്ക് നിയമിച്ചു കൊടുത്തു എന്ന്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഅബ നിർമ്മാണത്തിന് ശേഷം ആഖിർ ഉമ്മത്തിനെ, അവസാനത്തെ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയിട്ട് ഇബ്രാഹിം നബി റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. അല്ലാഹുവേ, ഈ തലമുറയിൽ അവസാനം അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, മതകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനെ നിയമിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്ക് പറയും, അന മിൻ ദഅവതി ഇബ്രാഹിം, എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് ഞാൻ എന്ന് ഇടക്കൊക്കെ റസൂല് അഭിമാനം. ആ റസൂലിന് നല്ല നല്ല സ്വഭാവ മഹിമകൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് വന്നത് എന്നും ഹദീസിൽ കാണാം. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖീന. സ്വഭാവത്തിന്റെ ഉത്തുംഗത, ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഏറ്റവും നല്ല സ്വഭാവങ്ങൾ, അതിന്റെ ഒരു പൂർത്തീകരണമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പല നല്ല കാര്യങ്ങളും നല്ല സ്വഭാവങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകന്റെ ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ഒരു 4 കാര്യങ്ങളാണ് ഇതിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അസീസുൻ അലൈഹി മാ അനിത്തും. ഒന്ന്, അദ്ദേഹം മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്നുള്ള പ്രവാചകൻ. മറ്റൊന്ന്, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് വലിയ പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്ന ആളാണ്. വളരെയധികം നിങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തി ബേജാറാകുന്ന ആളാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം കരുണയും സ്നേഹവും ഉള്ളവനാണ്. അസീസുൻ അലൈഹി മാ അനിത്തും എന്നതാണ് ഒന്നാമത്തെ വിശേഷം. നബിയുടെ ഉമ്മത്ത് കഷ്ടപ്പെടുന്നത്, നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങളൊരു പ്രയാസം അനുഭവിക്കുന്നത് ഒരിക്കലും അത് നബിക്ക് ഇഷ്ടമില്ല. അത് നിസ്സാരമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, ആ ബേജാറിലൊക്കെ നബിതങ്ങൾ പങ്കാളിയാവും എപ്പോഴും. അത് പ്രവാചകന്റെ ജീവിതം പരിശോധിച്ചാൽ പലപ്പോഴും നമുക്കത് മനസ്സിലാവും. ഒരു ഉമ്മത്ത് കഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ല. അറിയാലോ, സിമ്പതി, എമ്പതി എന്നൊക്കെ പറയും. എമ്പതി പലർക്കും ഉണ്ടാവും. ഓ പാവം,
അപകടത്തിൽപ്പെട്ട് ചോരൊലിച്ച ഒരാൾ കിടക്കുന്നുണ്ടാവും, പാവം, കഷ്ടം, അതിന്റെ വീട്ടുകാർ അറിഞ്ഞേക്കണമെന്നാവോ? അതൊരു എമ്പതിയാണ്. പക്ഷെ അത് ഞാനായിരുന്നെങ്കിൽ അതാണ് സിമ്പതി. ആ മുറിവേറ്റ് അപകടപ്പെട്ട് കിടക്കുന്ന ആള് ഞാനായിരുന്നെങ്കിൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ വളരെ എന്റെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ എന്റെ നിലപാട് എന്ത്? അതാണ് സിമ്പതി. അതായിരുന്നു നബിക്കുണ്ടായിരുന്നത്. മറ്റുള്ളവരൊന്നും വേദനിക്കാത്ത വേദന പല സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ വേദനിക്കും. ഒരു സദസ്സില് ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു ഡയലോഗ് പറഞ്ഞു. യബ്ന സൗദ, കറുത്തവളുടെ മകനെ. കറുപ്പാന്ന് വിളിക്കൂല, അതിന്റെ ഒരു അറബി രൂപം. കറുത്തവനെ എന്ന് വിളിച്ചു. പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായില്ല, ആർക്കും അതൊരു ബേജാറുണ്ടാക്കിയില്ല മനസ്സിൽ, ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കിയില്ല. നബിന്റെ സദസ്സിലാണ്. പക്ഷെ നബിതങ്ങൾക്ക് അത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. വലിയ പ്രയാസം ഉണ്ടാക്കി. കുറച്ചേരം കഴിഞ്ഞ് നബി അബൂദറുൽ ഗഫാരിനെ വിളിച്ചു പറഞ്ഞു, ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ. അബൂദറെ, നിന്റെ അടുത്ത് നീ ജാഹിലിയത്ത് വല്ലാതെ പോയിട്ടില്ല കേട്ടോ. പഴയ കാലത്തെ ജാഹിലായി നടന്നിരുന്ന കാലത്തുള്ള ചില ഖുറാഫാത്തും സ്വഭാവങ്ങളൊക്കെ നിന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞു. അപ്പൊ മറ്റുള്ളവർ വിഷമിക്കുന്നത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അവരുടെ മനസ്സിൽ കടന്നു ചെല്ലാൻ, അതിലൂടെ ഒരു നല്ല സ്വഭാവം പഠിപ്പിക്കാൻ പലപ്പോഴും നബിതങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ്. സഹാബത്തിന്റെ കൂടെ നിന്നിരുന്നു. പലപ്പോഴും പല മതവിധികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോണം എന്ന് നബി പറഞ്ഞു. പക്ഷെ താല്പര്യമുള്ള, എന്തും അനുസരിക്കാൻ തയ്യാറുള്ള ആ സഹാബികൾ പറഞ്ഞു, എല്ലാ കൊല്ലവും പോണോ? നബി മൈൻഡ് ചെയ്തില്ല. 2-3 പ്രാവശ്യം ചോദിച്ചു, വഫീ കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും പോണോ? സംശയം. ചില ആളുകൾക്ക് അങ്ങനത്തെ വേണ്ടാത്ത സംശയങ്ങൾ. നബിതങ്ങൾ പറഞ്ഞു, ദഊനി മാ തറക്തു, ഒരു കാര്യം ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാ പറഞ്ഞത് കേട്ടാ മതി. അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പുള്ള ആളുകളൊക്കെ നശിച്ചു പോകാൻ കാരണം അവര് അവരുടെ അമ്പിയാക്കളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നിട്ടാണ്. ഒന്നുപോലും ചോദിച്ചിട്ടില്ല, നല്ല കാര്യമാണ് ചോദിച്ചത്. ലൗ ഖുൽതു നഅം ലവജബത് വലമസ്തതഅതും, ഞാനൊന്ന് നഅം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്, പിന്നെ നിങ്ങൾക്കത് കഴിയില്ല. എല്ലാ കൊല്ലം ഹജ്ജിന് പോകാൻ കഴിയുമോ? നിർബന്ധമാണെങ്കിൽ ആലോചിച്ചു നിങ്ങൾ. അത് പ്രവാചകന്റെ ഒരു അനുഗ്രഹം, മതവിധിയിലുള്ള ഒരു അനുഗ്രഹം. ജീവിതത്തിൽ നിബന്ധനകൾ പൂർത്തിയായാൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ളതാണ് ഹജ്ജ്. അങ്ങനെ പല വിഷയങ്ങളും നബിക്ക് അത് സ്വയം മനസ്സിന് പ്രയാസമുണ്ടാക്കിയിരുന്നു. അപ്പൊ നബി അത് ചില കാര്യങ്ങളൊക്കെ അതിൽ വിട്ടുവീഴ്ച കൊടുത്തു. നബി ഒരിക്കൽ ഖുത്ബ നടത്തുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ പള്ളിയിലൂടെ അങ്ങനെ നടന്നു വന്നു, കളിച്ചിങ്ങനെ നടന്നു വന്നു. അവരുടെ കളിയും ആ ചെറിയ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകണതൊക്കെ കണ്ടപ്പോ നബിതങ്ങൾക്ക്, സ്വന്തം പേരക്കുട്ടികളാണല്ലോ, ഒരു പ്രയാസം തോന്നി. ആ കുട്ടികളെ പോയെടുത്ത് മിമ്പർമെന്ന് ഇറങ്ങിയിട്ടേ ഒക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യമാണെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഒരു അത്യാവശ്യ കാര്യത്തിന് മിമ്പർമെന്ന് ഇറങ്ങി കയറുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊരു ശീലാക്കണ്ടെന്ന് ഇറങ്ങിപ്പോയി ആ കുട്ടികളെ എടുത്ത് കൊടുന്ന് എടുത്തു, അടുത്തു വെച്ചു, ഖുത്ബ പൂർത്തിയാക്കിയെന്ന ആ കുട്ടികളുടെ ഒരു പ്രയാസം.
അങ്ങനെയാണല്ലോ, ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടായാൽ നമ്മളൊക്കെ കുട്ടികളാവണം എന്നാണ്. അത് നബിയുടെ സ്വഭാവത്തിലുണ്ടായി. വീട്ടിലൊരു കുട്ടി ഉണ്ടായാൽ നമ്മളും കുട്ടികളാവണം. ആ കുട്ടിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. കുട്ടിയുടെ ഉമ്മയുടെ പ്രയാസം കണ്ടറിയണം. ഞാനൊന്ന് സുദീർഘമായി നിസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ നിബിധങ്ങൾ പറയാം, കുറച്ച് സുദീർഘമായിട്ടൊന്ന് ഓതി ആശ്വാസം പോലെ ഒന്ന് നിസ്കരിക്കണം. അപ്പോഴാണ് നിസ്കരിക്കാൻ കൈ കെട്ടിയാല് കുട്ടികളുടെ സംസാരം കേൾക്കുക, പിന്നെ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുക. പിന്നെ നബിന്റെ പള്ളിയിൽ അങ്ങനെയാണ്. സ്ത്രീകളുണ്ടായിരുന്നു, സ്ത്രീകളുടെ അടുത്ത് കുട്ടികളുണ്ടായിരുന്നു. ഇതിനൊക്കെ മൊയ്ലിയന്മാര് വേറെ വ്യാഖ്യാനാ പറയാം, പുറത്തുനിന്നാണ്. അങ്ങനൊന്നല്ല പള്ളി, പുറത്തുനിന്നുള്ളതിന് ഇവിടെ എന്തിനാ നബി കടന്നിറങ്ങാറാണത്? ആ പള്ളിയിൽ സ്ത്രീകളുണ്ടായിരുന്നു. നബിതങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, ആണുങ്ങൾ നിസ്കരിച്ച ഇമാമ് തിരിഞ്ഞിരിക്കാൻ പാടില്ല, അവിടെ തന്നെ ഇരിക്കണം. ആണുങ്ങൾ ആരും പിന്നാക്കം നോക്കാൻ പാടില്ല, അവർക്കത് മതിയായിരുന്നു, മറയൊന്നും വേണ്ട. നിസ്കാരം സലാം വീട്ടിയ പെണ്ണുങ്ങളൊക്കെ ഒഴിഞ്ഞു പോണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണുങ്ങൾ ഒഴിഞ്ഞു പോണം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഹറമിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയ കുട്ടികളുടെ കരച്ചിലുകൾക്കും അപ്പൊ ഞാൻ നിസ്കാരം ലഘൂകരിക്കും. കാരണം ആ കുട്ടിയുടെ ഉമ്മാനെ കുറിച്ച് ആലോചിക്കും. ആ ഉമ്മ ഇവിടെ നിസ്കരിക്കുന്നുണ്ടാവും, സലാം വീട്ടോളം ഉമ്മാക്കൊരു നിവൃത്തിയില്ല. അപ്പൊ നിസ്കാരം ഞാനൊന്ന് ഷോർട്ടാക്കും, ലഘൂകരിക്കും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാഴ്ചപ്പാട്, അത് കുട്ടികളോട് പെരുമാറുമ്പോഴൊക്കെ നബി അങ്ങനെ ആയിരുന്നു എന്നാണ്. നബിന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, ഒരു കുട്ടിയായിരുന്നു അബൂ ഉമൈർ. അബൂ ഉമൈർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ അബൂ ഉമൈറിന് ഒരു കുരുവിക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു കുരുവി, ഉസ്ഫൂർ അല്ലെങ്കിൽ നുഗൈർ എന്നാണ് അറബിയിൽ പറയാം, നുഗൈർ. ഇതിനെ വളർത്തും ഈ കുട്ടി. അപ്പോ നബിതങ്ങള് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഈ കുട്ടിനെ കളിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ കുട്ടിന്റെ കളിപ്പാട്ടമായിട്ടുള്ള ഈ കുരുവിനെ, ജീവുള്ള കുരുവിയാണ്, അതിനെയും കളിപ്പിക്കും. കുട്ടികൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കാലത്ത് മാത്രമേ അങ്ങനെ കാണുള്ളൂ എന്ന് മാത്രം, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോഴുള്ള കുട്ടികളെ തള്ളാരി മീൻ നന്നാക്കി കൊടുക്കും, ഒക്കെ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും, സോപ്പിടൊക്കെ ചെയ്യും. അതൊരു സോപ്പിംഗ് ദുന്യാവിന് വേണ്ടി. ഇത് പടച്ചോരിനത് കൂലിയിട്ടാണ് ആ കുട്ടികളെ കൂടെ ഒന്ന് നിൽക്കുക, ആ കുട്ടികളെയൊക്കെ ഒന്ന് കളിപ്പിക്കുക. നിബിധങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. ഒരിക്കൽ പോയപ്പോ ഈ കുട്ടി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. നബി ചോദിക്കും, യാ അബാ ഉമൈർ ഐന നുഗൈർ. എപ്പോഴും ചോദിക്കുന്നു കുട്ടിയെ കാണുമ്പോഴേ, അബൂ ഉമൈറെ ആ നുഗൈറിന്റെ വർത്താനം എന്താണ്, ആ കുരുവിയുടെ വർത്താനം എന്താ? എപ്പോഴും ചോദിക്കുമ്പോ കുട്ടിക്ക് വലിയ ആവേശം. ആലോചിച്ച് നോക്കുമ്പോൾ പ്രവാചകൻ അങ്ങനെ ഒരിക്കൽ ഈ കുട്ടി വളരെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. ചത്തുപോയി ഈ സാധനം, ഈ കുരുവി ചത്തുപോയി. ആ ദുഃഖത്തിൽ നബിതങ്ങൾ പങ്കുചേർന്നു എന്നാ പറയുന്നത്. ആലോചിക്കൂ, അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ ആരും കഷ്ടപ്പെടരുത്, നമ്മുടെ ഉമ്മത്ത് കഷ്ടപ്പെടരുത്. ഇതാണ് നബിതങ്ങളുടെ രീതി. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ വലിയധികം താല്പര്യമുള്ളതാണ്. മഹാന്മാർ വിശദീകരിച്ചു, ഹരീസുൻ അലൈക്കും ബിൽ ഈമാൻ, നിങ്ങളുടെ ഈമാനിൽ താല്പര്യമുണ്ട്, നിങ്ങളുടെ ഇസ്ലാമിൽ താല്പര്യമുണ്ട്, നിങ്ങളുടെ ഹിദായത്തിൽ താല്പര്യമുണ്ട്, സ്വന്തക്കാരുടെ കാര്യത്തിലല്ല. ആലോചിക്കൂ, ദുനിയാവിൽ എല്ലാവരും, ഏത് വലിയ നേതാക്കന്മാരും ഒക്കെ അവനാന്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. അവനാന്റെ വീട്ടിലേക്കുള്ള റോഡ്, അവനാന്റെ നാട്ടിലേക്കുള്ള റോഡ് ഒക്കെ കഴിഞ്ഞിട്ടേ ബാക്കി പൊതു കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ, ഏത് അധികാരം എവിടെ വന്നാലും. പക്ഷെ നബിതങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നബിതങ്ങൾ ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ബദ്ധശ്രദ്ധ പുലർത്തിയിരുന്നു. ഒന്നാമത്തെ അഭിപ്രായം, ഒന്നാമത്തെ താല്പര്യം തന്നെ, നിങ്ങളൊക്കെ മുസ്ലിമാണ്, എല്ലാവരും മുഅ്മിനീങ്ങളാണ്.
ആരും നരകത്തിലുണ്ടാവരുത്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. ഒരാളും നരകത്തിലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈമാനിന് താല്പര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയാം, ഞാൻ എന്റെ ഉദാഹരണം ഒരു തീ കത്തിക്കുന്നവന്റെ ഉദാഹരണം പോലെയാണ്. തീ കത്തിക്കുമ്പോ പാറ്റകൾ ഇങ്ങനെ വരും, ഈയാമ്പാറ്റകൾ ഇങ്ങനെ തീ കണ്ട വരുന്ന ഒരുപാട് പാറ്റകളുണ്ട്. അതൊക്കെ ഇങ്ങനെ തീ ചാടാൻ വേണ്ടി വരും. ആ തീ കത്തിച്ചുകൊണ്ടിരിക്കണ മനുഷ്യൻ അവരെങ്ങനെ തടയുന്നുണ്ട്. കൊമ്പും അതുപോലെ കയ്യിൽ ചൂലും വിശറിയൊക്കെ എടുത്തായിട്ടുള്ള കാട്ടുന്നുണ്ട്. പക്ഷേ എത്ര ആട്ടിയാലും അതിൽ തന്നെ വന്ന് ചാടും ഈ പാറ്റകൾ, ഈയാമ്പാറ്റകൾ. എന്നിട്ട് ചത്തുപോകുന്നു. എന്റെ ഉദാഹരണം അതാണ്. നിങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നു. നരകത്തിലേക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പോകല്ലേ, ചാടല്ലേ, അത് ചെയ്യല്ലേ, അത് നല്ലതല്ല എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെങ്ങനെ തടഞ്ഞ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ ഊരെ പിടിച്ച് പിന്നാക്കം വലിക്കുന്നുണ്ട്. ചാടല്ലേ എന്ന് പറഞ്ഞ് ഊരെ പിടിച്ച് പിന്നാക്കം വലിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളത് മുറിച്ചു കടന്ന് ഈയാമ്പാറ്റുകളെ പോലെ നരകത്തിലേക്ക് തന്നെ പോകുന്നു. ആലോചിച്ച് നോക്കൂ. എല്ലാ കാര്യവും നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകേണ്ട മുഴുവൻ കാര്യവും, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ നരകത്തിലേക്ക് തന്നെ പോകാനുള്ള ശ്രമം ഈ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നബിയുടെ ആവശ്യം ഹൈസുൻ അലൈക്കും. അൽ കഹ്ഫിൽ ഓതിയിട്ടുണ്ടാവും, ലഅല്ലക ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദിൽ ഹദീസി അസഫാ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക. നബിയെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അപകടപ്പെടുത്തുമായിരുന്നു, അപകടപ്പെടുത്തിയേക്കാം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ തന്നെ അപകടപ്പെടുത്തിയേക്കാം. അലാ ആസാരിഹിം, അവരുടെ പിന്നാലെ പോയിട്ട്. എന്തുകൊണ്ട്? ഇല്ലം യുഅ്മിനൂ, അവർ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട്. ബിഹാദിൽ ഹദീസി, ഈ ഖുർആൻ, ഈ ഹദീസ്, അസഫ, ദുഃഖത്താൽ. ഇവരാരും വിശ്വസിക്കുന്നില്ല. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആരും ഈമാനിലേക്ക് വരുന്നില്ല. എത്ര വയല് പറഞ്ഞാലും എത്ര ഉപദേശിച്ചു കൊടുത്താലും പിന്നെ നരകത്തേക്ക് പോകാൻ തന്നെയാണ്. ഇനി ഞാനെന്നാണ് മരിച്ചു പോയാലോ എന്ന് വരെ നബി ആഗ്രഹിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അൽ കഹ്ഫിന്റെ തുടക്കത്തിൽ അതാണ്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദിൽ ഹദീസി അസഫാ. അവര് വിശ്വസിക്കാത്ത ദുഃഖത്താൽ അങ്ങയത്തെ നശിപ്പിക്കുമോ, നശിപ്പിച്ചേക്കാം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സമാധാനിപ്പിച്ചു. വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. ആലോചിക്കൂ, വമാ അക്സറുന്നാസ്, അധികം ആളുകളുമല്ല. വലൗ ഹറസ്ത, നിനക്ക് ഹരീസുൻ അലൈക്കും, നിനക്ക് താല്പര്യമുണ്ടെങ്കിലും ബിമുഅ്മിനീൻ, അവരാരും മുഅ്മിനീങ്ങളാവൂല. നബിക്ക് വലിയ താല്പര്യമുണ്ട് എല്ലാവരും മുഅ്മിനാവണം. പക്ഷെ അതുണ്ടാവൂല. കുറച്ചാളുകൾ മാത്രമേ മുഅ്മിനാവുള്ളൂ. അതുകൊണ്ട് നബി തങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് അല്ലാഹു സമാധാനിപ്പിക്കുന്ന ചരിത്രമാണ്. ഹരീസുൻ അലൈക്കും. മാത്രല്ല, ഹിദായത്ത്, എല്ലാവർക്കും ഹിദായത്ത് കിട്ടും. അങ്ങേറ്റം ആഗ്രഹിച്ചു അല്ലാഹുവിന്റെ പ്രവാചകൻ. അബൂ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാപ്പമാരിൽ ഏറ്റവും വലിയ ശത്രു, ഏറ്റവും വലിയ ശല്യം അബൂ ലഹബായിരുന്നെങ്കിൽ എല്ലാ നിലക്കും തന്റെ പിതൃവ്യൻ അബൂ താലിബ് നബിയെ സ്നേഹിച്ച വ്യക്തിയാണ്. ആ മനുഷ്യൻ മരിക്കുമ്പോൾ ഒരൊറ്റ കുറവേണ്ടായിരുന്നുള്ളൂ, ഹിദായത്ത് കിട്ടിയില്ല. അങ്ങനെ മരിച്ചുപോയി. നമ്മൾ വിചാരിച്ചവർക്കൊന്നും ഹിദായത്ത് കിട്ടൂല. അയാളൊന്നും നന്നായിരുന്നെങ്കിൽ എന്ന് നബി തങ്ങൾ ആഗ്രഹിച്ചു. മരിക്കാൻ നേരത്തെ ആളുടെ അടുത്ത് പോയിരുന്നു എന്നിട്ട് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ഹജ്ജുക ബിഹാ ഇൻദല്ലാഹ്. നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അബൂ താലിബ്, മുത്താപ്പ അല്ലെങ്കിൽ എളാപ്പ, നിങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തൊന്ന് ചൊല്ലിയാൽ മതി, ബാക്കി റബ്ബിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. അല്ലത് കഴിഞ്ഞ് എന്ത് പറയാനാ? പക്ഷേ ചെല്ലാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞ പാട്ട് ചരിത്രത്തിൽ പ്രസിദ്ധമാ, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. മുഹമ്മദേ, നീ പറയുന്ന മതം, ദീന്
സത്യസന്ധമാണ്, ലോകത്തെ ഉത്തമമായ മതമാണെന്ന് എനിക്കറിയാം. പക്ഷേ ലൗലൽ മലാമതു വഹദാറു മസബ്ബതി ലവജത്നി സമ്മൻ ബിദാക യഖീനാ, ഞാൻ ഈ അന്ത്യനിമിഷങ്ങളിൽ നിന്റെ വാക്ക് കേട്ടു എന്ന് മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാണ്. അത് അബൂ താലിബിന്റെ ആശയമാണ്. അവസാനമാണ് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചുപോയത്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അബൂ ലഹബിന് ജ്യൂസ് ഇട്ടിട്ടുണ്ട്, അത് മൗലവിമാര് പറഞ്ഞുണ്ടാക്കിയതാണ്. ലോകത്ത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാണ്. എന്താണെന്നറിയോ? കാലും ഒരു ചെരുപ്പിട്ട് കൊടുക്കും, തലച്ചോറിട്ട് തളക്കുന്നതാണ്. അതിനെപ്പറ്റി പറയുന്നത് ഗൗരവം പറഞ്ഞു. കാലും ഒരു ചെരുപ്പിട്ട് കൊടുത്താൽ തലച്ചോറ് തളക്കുന്ന, മനസ്സിലായില്ലേ? ചെറിയ ശിക്ഷന്റെ കോലം അല്ല ജ്യൂസ് കൊടുക്കല്ല. ആലോചിച്ച് നോക്കിയാൽ അത് പ്രവാചകൻ. അപ്പോ അവസാന ആയത്തിറക്ക ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, നിങ്ങൾ വിചാരിച്ചാലൊന്നും ഹിദായത്തിലാവൂല, ഒരു കാര്യമില്ല. വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹയാണ് അല്ലാഹ് ഉദ്ദേശിക്കുന്നവർ ഹിദായത്താക്കുക. നബി തങ്ങൾ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ് പ്രവാചകൻ. ആലോചിക്കൂ, നബി അള്ളാന്റെ പേരാ. ഇന്നഹു ബികും റഊഫുർ റഹീം, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് റഊഫാണ്, അല്ലാഹ് റഹീമാണ്. അതേ പേരാണ് ആർക്ക് കൊടുത്തത്? നബിക്ക് കൊടുത്തത്. നബി റഊഫാണ്, നബി റഹീമാണ്. രണ്ടും ഒരുപോലെയല്ല. ഒന്ന് പ്രവാചകനിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള റഊഫുർ റഹീം. അള്ളാന്റെ രണ്ട് പേര് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. മുഅ്മിനീങ്ങളോട് അത്രയധികം കാരുണ്യമാണ്. നബി ഒരിക്കൽ നല്ല മൂഡിൽ ഇങ്ങനെ നിൽക്കാൻ, അങ്ങനെ ഉണ്ടാവുമല്ലോ മനുഷ്യന്മാര്. ചിലപ്പോൾ മൂഡ് ആ സമയത്ത് എന്ത് പറഞ്ഞാലും കേൾക്കൂല, മൂഡ് ഓഫ് ആയിക്കാൻ. നല്ല സമയവും സന്ദർഭമൊക്കെ ഉപയോഗപ്പെടുത്തുന്നു, കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച്. എല്ലാ നേരത്തും പുതിയാപ്പള ഒരേ മൂഡിലാവൂല, കുടുംബനാഥൻ ഒരേ മൂഡിലാവും. അപ്പൊ പോയിട്ടൊന്നും പറയരുത്. നല്ല മൂഡിൽ ഇങ്ങനെ ഹാപ്പി ആയി നിൽക്കുമ്പോ ഏത് കാര്യം പറയാം. നല്ല ഹാപ്പി ആയി ഒരിക്കൽ ഇങ്ങനെ നബിനെ കണ്ടപ്പോ ആയിഷാബി പോയിട്ട് നബിയെ ദ്വാരക്കണം കേട്ടോ, നബി എനിക്ക് വേണ്ടി ദ്വാരക്കണം. നബി ദ്വാരന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ ഖദ്ദമത് വമാ അഖർത് വമാ അസ്റത് വമാ അലനത്. അല്ലാഹുവേ, ആയിഷക്ക് പുറത്തു കൊടുക്കണേ, അവള് ചെയ്തതും ചെയ്യാൻ പോകുന്നതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഒക്കെ പുറത്തു കൊടുക്കണേ. ആയിഷക്ക് വലിയ സന്തോഷം. ആയിഷ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? നബി പറഞ്ഞു, പ്രാർത്ഥിച്ചു. അത് എല്ലാവർക്കുമുള്ള പ്രാർത്ഥന. ഹാദിഹി ദഅവതി ലി ഉമ്മത്തി ഫീ സ്വലാത്തി. നബി തങ്ങൾ പറയാം, ഇത് നിസ്കാരത്തിൽ എന്റെ ഉമ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ പറയലില്ലേ, മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു, പറയലില്ലേ? നിസ്കാരത്തിൽ പോലും അത് നിശ്ചയിച്ചു. ആയിഷ ബീവിക്ക് മാത്രമുള്ളതല്ല, എന്റെ ഉമ്മത്തിനുള്ളതാണ്. ആലോചിക്കൂ, ഫാത്തിമാക്കുള്ളതല്ല. നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഫാത്തിമ, കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമാക്കല്ല, ആയിഷക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഉമ്മത്തിനുമാണ്. ഖുർആനിലെ രണ്ടായത്തുകളുണ്ട്. ഒന്ന് ഇബ്രാഹിമിലെ 36-ാമത്തെ ആയത്ത്, പിന്നെ മായിദയിലെ 112-ാമത്തെ ആയത്ത്. റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനന്നാസ്. പടച്ചോനെ, ഈ ബിംബങ്ങളും ബിംബാരാധകരും ഒരുപാട് ആളുകളെ പേപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ഒരാൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനാണ്. ഓരോ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണത്. ഈസാ നബിയുടെ പ്രാർത്ഥന അപ്പുറത്ത് പറയുന്നുണ്ട്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. അവസാനം നബിമാര് പറയാ, എല്ലാരും പടച്ചോനെ വിട്ടുകൊടുക്കുക. പടച്ചോനെ, നിനക്ക് വല്ല ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്ക, രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാന്ന് പറഞ്ഞപ്പോ നബി കരയാണ്. എല്ലാവരും ഉമ്മത്തിന്റെ കാര്യം അള്ളാനെ ഏൽപ്പിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ ഏൽപ്പിക്കണില്ല. ഞാൻ എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കുന്നത് വരെക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് നബി കരയാണ്. വല്ലാഹി യാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, താങ്കൾക്ക് താങ്കളുടെ ഉമ്മത്തിനെ പറ്റി അല്ലാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, നിന്റെ റബ്ബ് നിനക്ക് തരും, അപ്പൊ നിനക്ക് തൃപ്തിയാകും. അതിന്റെ തഫ്സീറിൽ കാണാം, സഹാബികൾ പറഞ്ഞു, വല്ലാഹി ലാ യർലാ റസൂലുള്ളാഹ്,
എന്റെ നബി തൃപ്തിയാവണമെങ്കിൽ നരകത്തിൽ ആരുമില്ല എന്ന ഉറപ്പ് നബിക്ക് കിട്ടിയാലേ നബി തൃപ്തിയാവുള്ളൂ. എല്ലാ പ്രവാചകന്മാർക്കും 2 ദുആ കൊടുത്തിട്ടുണ്ട് അല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും ദുആർന്ന് ചോദിച്ചു വാങ്ങി. പക്ഷേ വഇന്നി ദഖർതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി, എനിക്ക് അല്ലാഹ് തരുന്ന പ്രാർത്ഥന നാളെ എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ നീട്ടിവെച്ചിരിക്കുന്നു, നാളേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ചു വാങ്ങി. ഇനി അല്ലാഹുവിന്റെ റസൂലിന് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ് മുഅ്മിനീങ്ങളോട്. മുഅ്മിനീങ്ങളോട് മാത്രമല്ല, നബിയെപ്പറ്റി വായിച്ചതിൽ ഏറ്റവും സുന്ദരമായ വചനം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? നമുക്ക് നമ്മുടെ മിത്രങ്ങളോടുള്ളതിനേക്കാൾ സ്നേഹം നബി തങ്ങൾക്ക് നബി തങ്ങളുടെ ശത്രുക്കളോടുണ്ടായിരുന്നു എന്നതാണ്. നമുക്കൊക്കെ നമ്മുടെ സഹോദരന്മാരും മിത്രങ്ങളായ സുഹൃത്തുക്കളോടൊക്കെ ഉള്ള അതിനേക്കാൾ സ്നേഹം നബി തങ്ങൾക്ക് ശത്രുക്കളോടുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഏറ്റവും വലിയ റഈസുൽ മുനാഫിഖീൻ, മുനാഫിഖിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു അദ്ദേഹം. ويقولون لئن رجعنا الى المدينه ليخرجن الاعز منها الاذل, ഞങ്ങൾ മദീനയിലേക്ക് വന്നാൽ അന്തസ്സുള്ള ഞങ്ങള് നിന്ദ്യനായ മുഹമ്മദിനെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അതാണ് മുനാഫിഖ്. സൂറത്തുൽ മുനാഫിഖൂൻ വെള്ളിയാഴ്ചക്ക് ഓതാറുണ്ട്. അതിൽ പറഞ്ഞതാണ് ആ വചനം. അദ്ദേഹം മരിച്ചപ്പോ മകൻ വന്ന് പറയാം, നിങ്ങൾ വന്ന് നബിയെ നിങ്ങളെ കുപ്പായം തരണം, നിങ്ങളെ തുണി തരണം, മയ്യത്ത് കഫൻ ചെയ്യാൻ നിങ്ങൾ വന്ന് ഇമാം നിൽക്കണം, മയ്യത്ത് നിസ്കരിക്കാം. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ ആവശ്യം. മകൻ മുസ്ലിം ആയിരുന്നു, ചരിത്രത്തിൽ കാണാം. ഉമർ ഖത്താബ് പറഞ്ഞു, പറ്റൂല, മുനാഫിഖാണ്, നിസ്കരിക്കരുത്. പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫർത ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ ഇസ്തഗ്ഫർത ലഹും 70 മറത്തൻ ലാ യഗ്ഫിറുല്ലാഹു ലഹും. മുനാഫിഖുകളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. നമുക്കറിയില്ല കേട്ടോ, ഇപ്പൊ നമ്മൾ തീരുമാനിക്കരുത് മുനാഫിഖാരാണ്, പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടാവില്ല. നബിന്റെ കാലത്ത് അങ്ങനെ, നബിക്ക് വഹയിലൂടെ അറിയും. നീ പുറത്തു കൊടുത്താലും കുഴപ്പമില്ല, നീ അവർക്ക് പുറത്തു കൊടുത്താലും കുഴപ്പമില്ല, ഇസ്തിഗ്ഫാർ പൊറുക്കല്ല തേടിയാലും കുഴപ്പമില്ല, പൊറുക്കല്ല തേടിയില്ലെങ്കിലും പ്രശ്നമല്ല. 70 പ്രാവശ്യം നീ അവർക്ക് പൊറുക്കല്ല തേടിയാലും അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കൂല. ഖുർആനിലായത് അങ്ങനെയല്ലേ? ഖുർആൻ പറഞ്ഞിരിക്കണൊക്കെ ചോദിച്ചു മൃഗത്താപ്പൊക്കെ വന്നിട്ട്. അപ്പോ നബി പറഞ്ഞത്, ഞാൻ 71 പ്രാവശ്യം പൊറുക്കല്ല തേടുന്ന, എന്നാലെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. ഞാൻ 71 തവണ, 70 ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. നിസ്കരിക്കാൻ തയ്യാറായി, നിസ്കരിച്ചു എന്നും കാണുന്നുണ്ട്, നിസ്കരിച്ചിട്ടില്ല എന്നും കാണുന്നുണ്ട്, അല്ലാഹു അഅലം. പക്ഷെ നിസ്കരിക്കാൻ അയച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാണത്. ആയത്തിറക്കി അല്ലാഹു തആല, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി. ഒരിക്കലും അവർക്ക് മുനാഫിഖുകൾക്ക് നിസ്കരിക്കരുത് നബിയെ എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കിയിട്ടുണ്ട്. അത് കിട്ടുവോളം നബി തങ്ങൾ നിസ്കരിച്ചു. അപ്പൊ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അങ്ങേറ്റത്തെ കാരുണ്യം മുഅ്മിനീങ്ങളോട് മാത്രമല്ല, നമ്മളുടെ പരസ്പരമുള്ള കാരുണ്യവും സ്നേഹത്തിനും അപ്പുറമുള്ള സ്നേഹവും ഇഷ്ടവും നബി തങ്ങൾക്ക് ശത്രുക്കളോട് പോലും ഉണ്ടായിരുന്നു എന്നതാണ്. അതാണ് ആ പ്രവാചകന്റെ ഒരു ജീവിതം. റഊഫുർ റഹീം, അങ്ങേറ്റത്തെ റഹ്മത്തുണ്ടായിരുന്നു നബിക്ക്, അങ്ങേറ്റത്തെ റഹ്മത്ത്. കുട്ടികളോടൊക്കെ വലിയ സ്നേഹം, കാരുണ്യം. ഏത് കുട്ടിയെ കണ്ടാലും എടുത്ത് മടിയിൽ വെച്ച് ഒന്ന് ചുംബിക്കും. അപ്പോഴാണ് അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറഞ്ഞൊരു കാട്ട് ജാതി അവിടെ ഉണ്ടായിരുന്നു. നബി, എനിക്ക് 10 കുട്ടികളുടെ ഒറ്റൊന്നിനെ ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. 10 കുട്ടികൾ മൂപ്പർക്ക് സ്വന്തം ഉണ്ട്. അത് ആരാന്റെ കുട്ടിനെ ചുംബിക്കാൻ നബിനെ കണ്ടപ്പോ മൂപ്പര് പറഞ്ഞതാണ്. നബി ചോദിച്ചു, നിന്റെ മനസ്സൊന്ന് അല്ലാഹ് റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഒരൽപ്പം കാരുണ്യമില്ലേ? റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ റഹ്മത്താണ്, കാരുണ്യത്തിന് നിറകുടമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ നബിയെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലദീന യത്തബിഊന നബിയ്യൽ ഉമ്മിയ്യ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ഈ നബിയെ പിൻപറ്റണം. തൗറാത്തിലും ഇൻജീലൊക്കെ പരാമർശിക്കപ്പെട്ട ഈ നബിയെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ നബിയെ യഅ്മുറുഹും ബിൽ മഅറൂഫ്
നല്ല കാര്യം കൽപ്പിക്കും, വയൻഹാഹും അനിൽ മുൻകർ, ചീത്തയായതൊക്കെ വിരോധിക്കും. നബി കൽപ്പിച്ച ഒരു കാര്യവും മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. നബി വിരോധിച്ച ഒരു കാര്യവും നല്ലതാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടില്ല. ഖുർആനും ഹദീസൊക്കെ നോക്കിയാൽ കാണാം. വയുഹല്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ലതൊക്കെ നമുക്ക് അനുവദിക്കും. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മോശമായതൊക്കെ നമുക്ക് നിഷിദ്ധമാക്കും. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കും. വല്ലഗലാല അല്ലതി കാനത് അലൈഹിം, അവരുടെ മേലുള്ള ചങ്ങലക്കെട്ടുകളൊക്കെ മാറ്റിവെക്കും. അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, അതുപോലെ അടിമത്തത്തിന്റെ എല്ലാ ചങ്ങലകളും പൊട്ടിച്ച് മനുഷ്യനെ സ്വതന്ത്രനാക്കാണ് പ്രവാചകൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രവാചകനെ ഇഷ്ടപ്പെടണം. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. നിങ്ങൾ പ്രവാചകനെ ഇഷ്ടപ്പെടുക. ഏറ്റവും അധികം ഇഷ്ടം പ്രവാചകനായിരിക്കും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മളെക്കാളും ഉമർ ഖത്താബ് എന്ന് പറയാ, നബിയെ എന്നെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയാണ് ഇഷ്ടം. പറ്റൂല ഉമറെ, പറ്റൂല. ആയത്തിറങ്ങ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സ്വന്തത്തെക്കാൾ നമ്മൾ നബിക്ക് പ്രാമുഖ്യം കൊടുക്കണം. സ്വന്തത്തെക്കാൾ നമ്മുടെ കൽപ്പനയും നമ്മുടെ ആചാരം നമ്മുടെ വിശ്വാസം അല്ല, നബി തങ്ങൾ പറഞ്ഞതാ. അന്നബിയു ഔലാ ബിൽ മുഅസ്വാജുഹു ഉമ്മഹാത്തുഹും, നബിന്റെ ഭാര്യമാരെ നമ്മുടെ ഉമ്മമാരാണ്. ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഖുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ വാപ്പമാര്, വഅബ്നാഉക്കും നിങ്ങളുടെ മക്കൾ, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകള്, വഅശീറത്തുക്കും നിങ്ങളുടെ കുടുംബം, നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പത്ത്, വമസാകിനു തർലൗനഹ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനം, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ. നമ്മുടെ കച്ചവടം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യമാര്, പിന്നെ നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്, ഇങ്ങനെ ഉണ്ട് കുറെ ആൾക്കാർ ജീവിക്കുന്നു. എല്ലാം അവന്റെ ആ ഒരു സാമ്രാജ്യം അവൻ സ്വയം കെട്ടിപ്പടുത്തുണ്ടാക്കിയതാണ്. അപ്പുറത്തൊന്നും നീങ്ങൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാന്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന, പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നു. അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും. പള്ളിക്ക് പോകാൻ നേരല്ല, നല്ല കാര്യത്തിന് നേരല്ല, ഒരു കാര്യം കേൾക്കാൻ ഒഴിവില്ല, പഠിക്കാൻ ഒഴിവില്ല. നമ്മൾ ആ സാമ്രാജ്യത്തിൽ നമ്മളിങ്ങനെ കെട്ടിപ്പടുത്ത് ഒരുപാട് മുതലുണ്ടാക്കി, എട്ടുകാലി വലയുണ്ടാക്കിയിട്ട് അതിന്റെ നടുവിൽ ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കണ വലയാണ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് അവസാനം അതിന്റെ നടുവ് പോയി ഇങ്ങനെ വലിയ സാമ്രാജ്യത്തിൽ ഇരിക്കാൻ. ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, ഏറ്റവും മോശമായത് എട്ടുകാലിന്റെ ആ വീടാണ്. ഇത്ര മെനക്കെട്ടുണ്ടാക്കിയതാ. പക്ഷേ ആരെങ്കിലും വന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് അപ്പന്റെ ചുള്ളിയെടുത്ത് ഇങ്ങനെ കാട്ടിയാ ഒക്കെ പോയി. ഇതിപ്പോ നമ്മൾ ലോകം മുഴുവൻ ഉണ്ടാക്കി കെട്ടിപ്പടുത്ത് വലിയ ബിസിനസ്, വലിയ സാമ്രാജ്യം, നമ്മുടെ കുട്ടികൾ നമ്മൾ അങ്ങനെ പെടുത്ത് വലിയൊരു പേരെ കയറ്റി അതിലെങ്ങനെ ഇരിക്കാൻ. പക്ഷേ ഫതറബ്ബസു, ഒന്നിനും നേരല്ലെങ്കിൽ അള്ളാന്റെ ശിക്ഷ വരുന്ന കാത്തിരിക്കണം. അതുപോലെ തന്നെ നബിയെ പിൻപറ്റണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ പിൻപറ്റണം. യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ ഇത്തിബാ ആണ് വേണ്ടത്. ഈ ജാതി കാട്ടിക്കൂട്ടലുകളൊന്നും അല്ല എന്നുള്ളതാണ് ഖുർആൻ പറയാം. നബിന്റെ ചരിത്രം പഠിക്കണം, നബിയുടെ ചരിത്രം പഠിക്കണം, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇതൊക്കെ നബിയോടുള്ള ബാധ്യതയാണ്. മനസ്സിലെങ്കിലും പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നോ പറയണം എന്നാണ്. അതാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാന്യരെ, തൊട്ടടുത്ത ആയത്ത് ഖുർആൻ പറയുന്നത് ഫഇൻ തവല്ലൗ, പ്രവാചകനെ പറ്റി ഇതൊന്നും മനസ്സിലാക്കാതെ. അപ്പൊ നമുക്കറിയാം, ഈ ഒരുപാട് എക്സ് മുസ്ലിം യുക്തിവാദികള്, ഇങ്ങനെ കുറെ ആളുകളുണ്ട് പ്രവാചകനെ കുറ്റം പറയുന്ന, പ്രവാചകനെ ആക്ഷേപിക്കുന്ന, പ്രവാചകനെ അവമതിക്കുന്ന, നിന്ദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്നും പറയാനില്ല. ഖുർആൻ പറയണത് അതൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫഖുൽ, നബിയെ നിങ്ങൾ പറയണം. ഹസ്ബി, നബിനെ പറ്റി കുറെ ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഭ്രാന്തൻ, മജ്നൂന്, സിഹ്റേറ്റ ആള്, കള്ളൻ, അങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട് നബിനെ പറ്റിട്ട്. അങ്ങനെയൊക്കെ പറയണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. മുഅ്മിനീങ്ങൾക്കും ബാധകമാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. മറുപടിയുടെ മറുപടി, അതിന്റെ കമന്റുകൾ, അതെന്തോ ആവശ്യമല്ല. ഹസ്ബി അല്ലാഹ്, ഒറ്റ പ്രഖ്യാപനമാണ്, നിലപാടതാണ്. ഹസ്ബി അല്ലാഹ്, നമുക്ക് അല്ലാഹ് മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. അലൈഹി തവക്കൽതു,
ഈ കാര്യമൊക്കെ അള്ളാഹുവിൽ ഏൽപ്പിച്ചു. വഹുവ റബ്ബുൽ അർശിൽ അലീം, അർശിന്റെ ഉടമസ്ഥനാണ് പടച്ച തമ്പുരാൻ. അതുകൊണ്ട് പ്രവാചക നിന്ന, മതനിന്ന, അതുപോലെ തന്നെ അള്ളാഹിന്റെ ശിആറുകളോടുള്ള നിന്ന, ഇതൊക്കെ എവിടെ എങ്ങനെ സംഭവിച്ചാലും മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ നിലപാടേ ഉള്ളൂ. എല്ലാവരും നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒറ്റ നിലപാടേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലാ അന്ത. നീ അല്ല പടച്ചോനെ, നീ അല്ലാതൊരു ഇലാഹുല്ല അലൈഹി തവക്കൽതു, അള്ളാഹിനെ ഏൽപ്പിക്കുക, ഹസ്ബി അല്ലാഹ് എന്ന് പറയുകയും ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണ് അവസാനം പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين دمر أعداءك أعداء الدين. اللهم انصر إخواننا المسلمين في غزة. اللهم انصر إخواننا في غزة. اللهم انصرهم يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.